പതിവായി നമ്മൾ കേൾക്കുന്ന ഖുതുബയിൽ കേൾക്കുന്ന ആയത്താണ് ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബിയ്യി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ എന്ന ആയത്ത് സൂറത്തുൽ അഹ്സാബിലെ 56-ാമത്തെ ആയത്താണ്. ഈ ആയത്ത് പൊതുവെ എല്ലാ മുഅ്മിനീങ്ങൾക്കും മനഃപ്പാഠമുണ്ടാകാൻ സാധ്യതയുള്ള ആയത്താണ്. പക്ഷേ ഖുർആനിന്റെ വിശദീകരണങ്ങളിലും വ്യാഖ്യാനങ്ങളിലും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത ആയത്തുകളിൽ ഒന്നാണിത്. ചില തഫ്സീറുകളിലൊക്കെ ഈ ഒരായത്ത് മാത്രം 10-15 പേജ് ചർച്ചയുണ്ടാകും. ഇത് അതിന് മാത്രം വിശദീകരിക്കപ്പെടേണ്ട ഒന്നാണ്. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബിയ്യി, അല്ലാഹുവും മലക്കുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്തിലാണ്. യാ അയ്യുഹല്ലദീന ആമനൂ, മുഅ്മിനീങ്ങളെ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ, നിങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്തും സലാമും വർദ്ധിപ്പിക്കണം. അല്ലാഹുവിന്റെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ ബഖറയുടെ 157-ാമത്തെ ആയത്തിൽ കാണാം, ഉലൈക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം വറഹ്മ, ചില മുഅ്മിനീങ്ങൾക്ക് അല്ലാഹുവിന്റെ സ്വലവാത്തും റഹ്മത്തും ഉണ്ടാകുമെന്ന്. അല്ലാഹുവിന്റെ വലിയ റഹ്മത്താണ് അല്ലാഹു സ്വലാത്ത് ചൊല്ലുന്നു എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം എന്ന് മഹാന്മാരായ സ്വാലിഹീങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സാധാരണ മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു സ്വലാത്ത് ചൊല്ലുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം സ്വലവാത്തുല്ലാഹി അലാ ഗൈരിൻ നബിയ്യി റഹ്മ, റസൂലുള്ളാഹി അല്ലാത്ത ആളുകളുടെ മേൽ അല്ലാഹു സ്വലാത്ത് ചൊല്ലുന്നു എന്നതിന്റെ ഉദ്ദേശം അല്ലാഹു അവർക്ക് റഹ്മത്ത് ചെയ്യുന്നു എന്നാണ്. വഅലൻ നബിയ്യി സനാഉൻ വ മദ്ഹൻ, റസൂലുള്ളാഹിന്റെ മേൽ അല്ലാഹു സ്വലാത്ത് ചൊല്ലുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹ് പറയുന്നു എന്നാണ്. വസ്വലാത്തുൽ മലായികതി അലാ ഗൈരിൻ നബിയ്യി ഇസ്തിഗ്ഫാർ, മലക്കുകൾ റസൂലുള്ളാഹി അല്ലാത്ത ആളുകൾക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലുമെന്ന് പറഞ്ഞാൽ അതിനർത്ഥം അവർ ഇസ്തിഗ്ഫാർ ചോദിക്കുമെന്നാണ്. വഅലൻ നബിയ്യി ഇദ്ഹാറുൽ ലിൽ ഫളീലത്തി വൽ മദ്ഹി ഖൗല വൻ നസ്റതി വൽ മുആവനതി ഫിഅല, മഹാന്മാരായ മലായികത്ത് റസൂലുള്ളാഹിന്റെ മേൽ സ്വലാത്ത് ചൊല്ലുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം റസൂലുള്ളാഹിന്റെ മഹത്വം അവരെ ഇങ്ങനെ കൂടിയിരുന്ന് പറയുമെന്നാണ്, റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയുമെന്നാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ സഹായിക്കുമെന്നുമാണ്. അപ്പൊ ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി എന്ന് പറഞ്ഞാൽ അല്ലാഹുവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അല്ലാഹുവിന്റെ റസൂലുള്ളാഹിന്റെ മേൽ സ്വലാത്ത് ചൊല്ലുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം അവരിങ്ങനെ അല്ലാഹുവിന്റെ ഹബീബിന്റെ മദ്ഹ് പറയുന്നു എന്നാണ്. നമ്മളൊക്കെ പലപ്പോഴും അത് എപ്പോഴെങ്കിലുമൊക്കെ പറയും. ചില ആളുകൾക്ക് മൗലിദ് ഓതാൻ റബീഉൽ അവ്വൽ വരണം. ചില ആളുകൾക്ക് വീടിന്റെ എന്തെങ്കിലും പരിപാടി ഉണ്ടാകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹ് ഉൾക്കൊള്ളുന്ന മൗലിദുകളൊക്കെ ചൊല്ലും. സ്വലാത്തുകൾ പോലും പല ആളുകളുടെ ജീവിതത്തിലും ചുരുങ്ങിയ സമയത്തെ ഉണ്ടാകും. പക്ഷെ ബാക്കിയുള്ള ഒരു അമലിലും പടച്ചോൻ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടില്ല. ഒരു അമലെ പടച്ചോൻ ചെയ്യുന്നു എന്ന് പറഞ്ഞത് അത് സ്വലാത്താണ്. അപ്പൊ നിസ്കാരം അള്ളാഹു നിസ്കരിക്കുന്നു എന്നില്ല, നോമ്പ് അള്ളാഹു എടുക്കുന്നു എന്നില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ അള്ളാഹു ചൊല്ലുന്നു എന്ന് കാണൂല. പക്ഷെ സ്വലാത്ത് അള്ളാഹുവിനുമുണ്ട്. അതുകൊണ്ടാണ് മഹാന്മാരായ ഖുർആനിന്റെ വ്യാഖ്യാതാക്കളൊക്കെ അമലുകളെ കൂട്ടത്തിൽ ഏറ്റവും അഫ്ളലായ അമലാണ് സ്വലാത്ത് എന്ന് മഹാന്മാരായ ഖുർആനിന്റെ വ്യാഖ്യാതാക്കളൊക്കെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിലും അല്ലാഹു നമ്മോട് പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ,
മുഅ്മിനീങ്ങളെ, നിങ്ങളും സ്വലാത്ത് ധാരാളം വർദ്ധിപ്പിക്കുന്നവരാവണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് പതിവാക്കുന്ന ആളുകളെ ഖിയാമത്ത് നാളിൽ പ്രത്യേകം തിരിച്ചറിയും. അവരെ തിരിച്ചറിയൽ എങ്ങനെയാ? വഅലാമത്തുൽ മുസല്ലി യൗമൽ ഖിയാമത്തി അൻ യകൂന ലിസാനുഹു അബിയദ. സ്വലാത്ത് ചൊല്ലുന്നവന്റെ നാവ് ഖിയാമത്ത് നാളിൽ വെളുത്തിട്ടാണ് ഉണ്ടാവുക. വഅലാമത്തു താരികി അൻ യകൂന ലിസാനുഹു അസ്വദ വബിഹിമാ തുഅറഫുൽ ഉമ്മത്തു യൗമഇദിൻ. സ്വലാത്ത് ചൊല്ലാത്തവന്റെ നാവ് ഖിയാമത്ത് നാളിൽ കറുത്ത കളറിലും സ്വലാത്ത് ചൊല്ലുന്നവന്റെ നാവ് ഖിയാമത്ത് നാളിൽ വെളുത്ത നിറത്തിലുമാണ് ഉണ്ടാവുക എന്ന് മഹാനായ ഇസ്മായിലുൽ ഹഖ്ഖുൽ ബറൂസവി റളിയല്ലാഹു അൻഹു പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അസ്സലാത്തു അലാ റസൂലില്ലാഹി അഫ്ളലുൽ ഇബാദാത്ത്. ഏറ്റവും ശ്രേഷ്ഠതയുള്ള ഇബാദത്ത് സ്വലാത്ത. നമ്മുടെ ജീവിതത്തിലും എത്ര നമ്മളൊക്കെ ചൊല്ലല്. ചില ആളുകൾ എപ്പോഴെങ്കിലും ഒരു 3 എണ്ണം ചൊല്ലിയാലായി. അതെന്നെ ദുആ കഴിഞ്ഞിട്ട് ഉസ്താദെങ്ങാനും നമ്മളിങ്ങനെ മരിച്ച ഉള്ളൊക്കെ ദുആ ചെയ്ത് അവസാനം ബിഹഖി എന്ന് പറഞ്ഞാൽ 3 എണ്ണം ചൊല്ലുക, അല്ലെങ്കിൽ അതുമില്ല. ചില ആളുകൾക്ക് അത്രയും സ്വലാത്ത് ഉണ്ടാവും. മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറയാം, അസ്സലാത്തു അലൈഹി അംഹഖു ലിദ്ദുനൂബി മിനൽ മാഇൽ ബാരിദി ലിന്നാർ. ഒരു തണുത്ത വെള്ളം തീയിലേക്ക് ഒഴിച്ചാൽ തീ കെട്ടു പോകുന്നതിനേക്കാൾ വേഗതയിൽ പാപങ്ങൾ കരിഞ്ഞു പോകാനുള്ള അമലാണ് സ്വലാത്ത് എന്ന് മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, വസ്സലാമു അലാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ മുഖാബിലത്തി സലാമില്ലാഹ് വസലാമുല്ലാഹി അഫ്ളലു മിൻ അൽഫി ഹസന. റസൂലുള്ളാഹിനോട് ഒരാൾ സലാം പറഞ്ഞാൽ അത് അല്ലാഹു അവനോട് സലാം പറയാനുള്ള ഒരു നിമിത്തമാണ്. നമ്മൾ മുത്തുനബിയോട് സലാം പറയുമ്പോൾ നമ്മളോട് സലാം പറയില്ല പടച്ചോനാണ്. നിങ്ങൾ 1000 ഇബാദത്ത് ചെയ്യുന്നതിനേക്കാൾ വലുതാണ് അല്ലാഹു നിങ്ങളോടൊരു സലാം പറയലെന്ന് സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ട ഇമാമുൽ ഹറമൈനി റളിയല്ലാഹു അൻഹു. ഇമാമുൽ ഹറമൈനി റളിയല്ലാഹു അൻഹു അലക്സാണ്ട്രിയയിലാണ് ബഹുമാനപ്പെട്ടവരുടെ ഖബർ. ബഹുമാനപ്പെട്ടവരാണ് ഇമാമുൽ ഹറമൈനി റളിയല്ലാഹു അൻഹു ആണ് ഇമാം ഗസ്സാലി തങ്ങളുടെ ഗുരുനാഥൻ. വലിയ മഹാനാണ്. അവരെ ചരിത്രം പറഞ്ഞാൽ വിശദീകരിച്ചാൽ തീരില്ല, അത്രമാത്രമുണ്ട്. അള്ളാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട വലിയ മഹാനാണ്. മഹാനുഭാവന്റെ ഖബറിന്റെ സമീപത്ത് ഇങ്ങനെ ഒരു ബെയ്ച്ച് കാണും. ബഹുമാനപ്പെട്ടവരുടെ ഖബറിന്റെ സമീപത്ത് ഒരു ബെയ്ച്ച് കാണും. ഇദാ ശിഅ്ത ഫിദ്ദാറൈനി തസ്അദ് ഫഅക്സിർ മിനസ്സലാത്തി അലാ മുഹമ്മദ്. നിങ്ങളെങ്ങാനും 2 ലോകത്തും വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ റസൂലുള്ളാഹിന്റെ മേൽ സ്വലാത്തിനെ വർദ്ധിപ്പിക്കണം. وإن شئت القبول في الدعوات فتختم بالصلاة على محمد. നിങ്ങളെങ്ങാനും ദുആ ചെയ്താൽ ഉത്തരം കിട്ടണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? നിങ്ങൾ ദുആ അവസാനിപ്പിക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലണം. فلا صوم يصح ولا صلاة لمن ترك الصلاة على محمد. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലാത്തവന് നിസ്കാരവുമില്ല, നോമ്പുമില്ല. എന്തും കബൂലാകാനുള്ള ഒരു പ്രധാന നിമിത്തം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലുള്ള സ്വലാത്താണ്. വഇൻ കാനത് ദുനൂബുക ലൈസ തുഹസാ തുകഫറ ബിസ്സലാത്തി അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നിന്റെ പാപം പരിധി വിട്ടുപോയെങ്കിൽ പരിഹാരമാകാനുള്ള മാർഗം ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലുള്ള സ്വലാത്താണ്. ഫമാ തതളാഅഫിൽ ഹസനാതി ഇല്ലാ ബിതക്റാറിസ് സ്വലാത്തി അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നീ ചെയ്ത ഇബാദത്തിന് 10 മടങ്ങ് പ്രതിഫലം ഉണ്ടാകണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടോ? ഫമാ തതളാഅഫിൽ ഹസനാതി, ഇബാദത്തുകളെ ഇരട്ടിയാക്കിപ്പിക്കൂല. നമ്മളിപ്പോ ഒരു ളുഹർ നിസ്കരിച്ചാൽ പരമാവധി ഒരുപക്ഷെ മിനിമം 10 ളുഹർ നിസ്കരിച്ച പ്രതിഫലം പടച്ചോൻ തരും.
ഒരു അസറിന് 10 അസറിന്റെ പ്രതിഫലം തരും. പക്ഷെ അതിങ്ങനെ ഒരുപാട് ഇരട്ടിയാവണോ എങ്കിൽ നീ സ്വലാത്തിനെ വർദ്ധിപ്പിക്കണം. നീ മരിക്കുന്ന സമയത്ത് തറാ ഉമൂറൻ, നീ കുറെ അത്ഭുതകരമായ കാര്യം കാണും. തസുറുക, നിനക്ക് സന്തോഷമുള്ള കുറെ കാര്യം കാണണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടോ എങ്കിൽ നീ സ്വലാത്തിനെ വർദ്ധിപ്പിച്ചോ. ഹദീസിലില്ലേ, ഒരാൾ 1000 സ്വലാത്ത് എന്നും ചെല്ലുന്ന ആളാണെങ്കിൽ ലം യമut ഹത്താ യറാ മഖ്അദഹു മിനൽ ജന്ന, സ്വർഗ്ഗത്തിൽ അവൻ എവിടെയായിരിക്കുമെന്ന് കാണുന്നതിന്റെ മുമ്പേ അവനെ അല്ലാഹു മരിപ്പിക്കില്ലെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 1000 സ്വലാത്ത് ചെല്ലാൻ ശരാശരി പറഞ്ഞാൽ ഒരു 60 മിനിറ്റ് മാറ്റി വെക്കേണ്ടി വരും. 100 സ്വലാത്ത് ചെല്ലാൻ ഒരു 5 മിനിറ്റ് മുതൽ 6 മിനിറ്റ് വരെ സമയം വേണ്ടി വരും. ഒരു 5 മിനിറ്റ് മുതൽ 6 മിനിറ്റ് വരെ നമ്മൾ സാധാരണ സ്വലാത്ത് ചെല്ലുക. 1000 സ്വലാത്ത് ചെല്ലുന്നവരെ കുറിച്ച് വേറൊരു ഹദീസ് ഉണ്ട്. അവർക്ക് നരകം ഹറാമാണെന്നാണ് ഹദീസിലുള്ളത്. സിറാത്ത് പാലം വളരെ വേഗതയിൽ കടന്നു പോകുന്ന ആളുകളിൽ ഒരു വിഭാഗം 1000 സ്വലാത്ത് പതിവുള്ളവരാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് മഹാനായ സക്കരിയ അൻസാരി തങ്ങളെ ഖബറിൽ ഇങ്ങനെ കൂടിയുണ്ട്, വലാ തഖ്ശാ മിനൽ മലക്കൈനി റഅബ ഇദാ സഅലാക ഫസല്ലി അലാ മുഹമ്മദ് റസൂലുള്ളാഹി ഹഖ്ഖൻ ഇത്തബഅനാ വആമന്നാ വസദ്ദഖനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖബറിൽ നിന്റെ മുമ്പിൽ മലക്കുകൾ വരും. നീ സ്വലാത്തുള്ളവനാണോ? നിനക്ക് പേടിയില്ല. സ്വലാത്തുള്ളവനാണെങ്കിൽ നിനക്ക് പേടിയില്ല. നീ അവരോട് പറയണം, ആമന്നാ ഇത്തബഅനാ വആമന്നാ വസദ്ദഖനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ റസൂലുള്ളാഹിനെ വിശ്വസിച്ച ആളാണ്, മുത്തുനബിയെ പിൻപറ്റിയ ആളാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ചെയ്ത ആളാണ് എന്ന് പറഞ്ഞാൽ പിന്നെ മലക്കുകളെ മുമ്പിൽ നിനക്ക് പേടിക്കേണ്ടതില്ല എന്ന് കാണാനാവും. സ്വലാത്ത് ഒരു പരിഹാര കേന്ദ്രമാണ്. അതൊരു 10ലോ 20ലോ 100ലോ 1000ലോ ഒന്നും നിർത്താൻ പറ്റിയതല്ല. അത് എല്ലാ സ്ഥലത്തും രക്ഷപ്പെടാനുള്ള വഴിയാണ്. എല്ലാ സ്ഥലത്തും ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ കൂടി പറഞ്ഞു. റസൂലുള്ളാഹിന്റെ പേര് കേൾക്കുമ്പോൾ സ്വലാത്തില്ലാത്തവര്, ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം വളരെ ഗൗരവത്തോടെ പറഞ്ഞൊരു വിഷയമാണ് സ്വലാത്ത് ചൊല്ലാതിരിക്കൽ. എല്ലാവരും അത് ശ്രദ്ധിക്കണം. എപ്പോഴും ബാങ്ക് കൊടുക്കുമ്പോൾ ചിലർ വർത്താനം പറയും. അപ്പോൾ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് കേൾക്കുമ്പോൾ സ്വലാത്തെല്ലാം മറന്നു പോകും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാത്ത ആള് മഹ്ശറയിലും കുടുങ്ങും, ഖബറിലും കുടുങ്ങും, മരിക്കുമ്പോഴും കുടുങ്ങും. വളരെ ഗൗരവമുള്ള വിഷയമാണ്. പക്ഷെ ഇന്നത്തെ കാലത്ത് ആരും അത് വലിയ സീരിയസ് ആയൊന്നും കാണില്ല. അതുകൊണ്ട് മരിക്കുമ്പോഴാണ് അതിന്റെ പ്രയാസം അറിയാം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ലില്ലാഹി മലക്കൻ അഅതാഹു അസ്മാഅൽ ഖലായികി കുല്ലിഹിം. അല്ലാഹുവിന് ഒരു മലക്കുണ്ട്, അഅതാഹു സമഅൽ ഖലായികി. ആ മലക്കിന്റെ കയ്യിൽ 2 കാര്യമുണ്ട്. ഒന്ന്, ആ മലക്കിന്റെ കയ്യിൽ എല്ലാ മനുഷ്യന്മാരെ പേരുണ്ട്. ആ മലക്കിന്റെ കയ്യിൽ എല്ലാവരും റസൂലുള്ളാഹിന്റെ മേൽ സ്വലാത്ത് ചൊല്ലുന്നത് കേൾക്കാനുള്ള കഴിവുമുണ്ട്. വഹുവ ഖായിമുൻ അലാ ഖബരി. ആ മലക്ക് എന്റെ ഖബറിന്റെ മുകളിൽ നിൽക്കും. ഇദാ മുത്തു ഇലാ യൗമിൽ ഖിയാമ. ഞാൻ വഫാത്തായ എന്റെ ഖബറിന്റെ മുകളിൽ ആ മലക്കുണ്ടാകും. ഫലൈസ അഹദും മിൻ ഉമ്മത്തി യുസല്ലി അലയ്യ സ്വലാതൻ ഇല്ലാ സമ്മാഹു ബിസ്മിഹി വസ്മി അബി. എന്റെ മേൽ ആരെങ്കിലും ഒരു സ്വലാത്ത് ചൊല്ലിയാൽ ആ മലക്കനോട് പറയും, നബിയെ സ്വലാത്ത് ചൊല്ലിയ ആളെ പേരിതാണ്, അയാളെ ഉപ്പാന്റെ പേരിതാണ്. ഖാല യാ മുഹമ്മദു. ആ മലക്ക് പറയും, നബിയെ സ്വല്ലല്ലാ അലൈക ഫുലാനു കദാ വകദാ വയുസല്ലി റബ്ബു അലാ ദാലിക റജുലി ബികുല്ലി വാഹിദത്തിൻ അശ്റാ. നബിയെ ഇന്നാലിന്നാള് ഇത്ര സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട്. ഓരോ സ്വലാത്തിനും പകരം അള്ളാഹു 10 സ്വലാത്ത് അയാൾക്ക് തിരിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അള്ളാഹുവിന്റെ സ്വലാത്ത് എന്താണ് എന്നുള്ളത്
അത് അള്ളാഹുവും റസൂലും മാത്രം അറിയുന്ന സിറാണ് എന്നായിരുന്നു ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മുത്തുനബി വേറൊരു ഹദീസിൽ ഇങ്ങനെ പറഞ്ഞു, ഇദാ സ്വല്ലൈതും അലയ്യ ഫഅഹ്സിനു അലയ്യ സ്വലാ, നിങ്ങൾ സ്വലാത്ത് ചൊല്ലുമ്പോൾ നല്ല വൃത്തിയിൽ ചൊല്ലണേ. എന്തോ പണിയെടുക്കുമ്പോൾ അങ്ങനെ ചൊല്ലിയാൽ മാത്രം പോരാ, പണിയെടുക്കുമ്പോ ഒക്കെ ചൊല്ലാം. ഞാൻ സ്വലാത്താണ് ചൊല്ലുന്നത് എന്ന ബോധം ഉണ്ടാകണം. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ സ്വല്ലൈതും അലയ്യ ഫഅഹ്സിനു അലയ്യ സ്വലാ, നിങ്ങൾ സ്വലാത്ത് ചൊല്ലുമ്പോൾ നല്ല വൃത്തിയിൽ ചൊല്ലണം. അശ്രദ്ധയിലൊന്നും ആവാതിരിക്കാൻ നോക്കണം, പരമാവധി ശ്രദ്ധയിൽ ചൊല്ലണം. ഫഇന്നകും തുഅറദൂന അലയ്യ ബിഅസ്മാഇകും, നിങ്ങൾ സ്വലാത്ത് ചൊല്ലുമ്പോൾ നിങ്ങളെ പേര് സഹിതം ഞാൻ കാണും. വഅസ്മാഇ ആബായിക്കും, നിങ്ങളെ വാപ്പാരെ പേരും കാണും. വഅശാഇരിക്കും വഅമാമിക്കും, നിങ്ങളെ കുടുംബങ്ങളെ പേരും ഞാൻ കാണും. അപ്പൊ ഒരാൾ സ്വലാത്തില്ല അയാൾക്ക് മാത്രമല്ല ഗുണം, അയാളെ വാപ്പാന്റെ പരമ്പര ഇങ്ങനെ പോയി ഏതുവരെ എത്തുമോ അവർക്കൊക്കെ ഗുണമാണ്. അവരെ ഉമ്മാന്റെ പരമ്പര ഇങ്ങനെ പോയി ഏതുവരെ എത്തുമോ അത്രയും ഗുണമാണ്, അവർക്കൊക്കെ അതിന്റെ ഗുണമുണ്ട്. എന്ന് മാത്രമല്ല, നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ട ആളുകളുടെ, നമ്മുടെ കുടുംബത്തെ കൂടി റസൂലുള്ളാഹിക്ക് മനസ്സിലാകാൻ കുടുംബത്തിലെ ഒരാളെ സ്വലാത്ത് പോലും ഉപകരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങോട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇങ്ങോട്ടും മനസ്സിലായാലുള്ള ഗുണം എന്താ? ഖബറിൽ ആദ്യം നമ്മൾ എത്തുമ്പോൾ ആദ്യത്തെ ചോദ്യം മൻ റബ്ബുക എന്നല്ല, അതിന്റെ മുമ്പ് ഒരു ചോദ്യമുണ്ട്. ഹദീസിലുണ്ട് ഈ കാര്യം. അതിന്റെ മുമ്പിലുള്ള ചോദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എങ്ങനെ കാണിച്ചു. എന്നിട്ട് ചോദിക്കും, ഈ മനുഷ്യൻ നിങ്ങൾക്ക് പരിചയമുണ്ടോ? സ്വലാത്ത് ചൊല്ലിയ, സുന്നത്തുകൾ പതിവാക്കിയ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മഹബ്ബത്തുള്ള ആളുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുമ്പോൾ മനസ്സിലാകും ഇതെന്റെ ഹബീബാണല്ലോ എന്ന്. അല്ലാത്തവർക്ക് അത് ബോധ്യമാവൂല. അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉൾക്കൊള്ളുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ. മറ്റൊരു ഹദീസ് നോക്കൂ നിങ്ങൾ, മൻ സല്ലല്ലാ വാഹിദതൻ അമറ അല്ലാഹു ഹാഫിളഹു അല്ലാ യക്ബ അലൈഹി സലാസത അയ്യാം. ഒരു സ്വലാത്ത് ചൊല്ലിയ മനുഷ്യനെ, ഒരു സ്വലാത്ത് ഒരാൾ ചൊല്ലിയാൽ അല്ലാഹു അവന്റെ നന്മയെ തിന്മ രേഖപ്പെടുത്തുന്ന മലക്കിനോട് പറയും, 3 ദിവസം അയാളെ തിന്മ എന്ത് ചെയ്യണ്ട, എഴുതണ്ടെന്ന് പറയും. സ്വലാത്തിനേക്കാൾ ലാഭമുള്ള അമലില്ല എന്ന് മഹത്തുക്കൾ വെറുതെ പറഞ്ഞതല്ല. തഫ്സീർ റൂഹുൽ ബയാനിൽ ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഒരു സംഭവം കാണാം. ഒരു പെണ്ണ്, ഒരു പെണ്ണ്, ആ പെണ്ണിന്റെ മോള് മരണപ്പെട്ട ശേഷം മകള് ഖബറിൽ ഇങ്ങനെ പ്രയാസപ്പെടുന്നത് ഒരിക്കൽ സ്വപ്നം കണ്ടു. അപ്പൊ അവൾക്ക് ഭയങ്കര ടെൻഷനായി. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ അതേ മകളെ അതേ ഉമ്മ സ്വപ്നം കണ്ടു, നല്ല റാഹത്തുള്ള, സന്തോഷിക്കുന്ന, പ്രകാശമുള്ള മുഖമായിട്ട്. അപ്പോൾ ആ ഉമ്മ മകളോട് ചോദിച്ചു, എന്താണ് ഇങ്ങനെ മാറി വരാനുള്ള കാരണം? നേരത്തെ കണ്ടപ്പോൾ മുഖം വല്ലാതെ വികൃതമാണ്, ഇന്ന് കാണുമ്പോൾ മുഖം വലിയ സന്തോഷമാണ്, എന്താണ് കാരണം? അപ്പോൾ ആ മോള് മറുപടി പറഞ്ഞു, ഞങ്ങളെ ഖബറിന്റെ പരിധിയിലൂടെ ഒരു മനുഷ്യൻ ഇങ്ങനെ നടന്നുപോയി. ആ മനുഷ്യൻ ഇങ്ങനെ നടന്നു പോകുമ്പോ സ്വലാത്ത് ചൊല്ലിയിട്ട്, പടച്ചോനെ എന്റെ ഈ സ്വലാത്തിന്റെ ഗുണം ഈ ഇവിടെ ഖബറിലുള്ള എല്ലാ മനുഷ്യന്മാർക്കും കൊടുക്കണേ എന്ന് ദുആ ചെയ്തു. ഈ സ്വലാത്തിനൊരു പ്രത്യേകത ഉണ്ട്. സ്വലാത്ത് കരണ്ടിനെ പോലെ എല്ലാവർക്കും കിട്ടുന്നത് ഒരു ഗുണമല്ല, ഓരോ ആളുകൾക്കും ആവശ്യമുള്ള ഗുണം. കരണ്ട് അങ്ങനെയാണല്ലോ, ഇതുമ്മലേക്ക് എത്തുമ്പോ ലേറ്റാണ്, ഇതിലേക്ക് എത്തുമ്പോ കറങ്ങലാണ്, ഏസിമേലേക്ക് എത്തുമ്പോ കൂളിംഗ് ആണ്, ഇതിലേക്ക് കരണ്ട് എത്തുമ്പോ സൗണ്ടാണ്. ഇതേപോലെ സ്വലാത്ത് എവിടെ എത്തിയ അവിടെയൊക്കെ ആവശ്യമുള്ളത് ചെയ്യാൻ കഴിയുന്ന വസ്തുവാണ്. അസ്സലാത്തു അലൻ നബിയിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം.
ആ പെണ്ണ് പറഞ്ഞു ഫജഅല നസീബി മിൻ ദാലികൽ മഗ്ഫിറ ഫഗ്ഫിറ ലീ. ഒരു മനുഷ്യൻ ഞങ്ങളെ ഖബറിന്റെ പരിസരത്ത് കൂടെ ഇങ്ങനെ പോകുമ്പോ സ്വലാത്ത് ചൊല്ലിയിട്ട് പഠിച്ചോനെ ഈ സ്വലാത്തിന്റെ ഗുണം ഈ ഖബറിലുള്ള മനുഷ്യന്മാർക്കൊക്കെ കൊടുക്കണമെന്ന് പറഞ്ഞു. അതിന്റെ ഗുണം എനിക്ക് കിട്ടിയത് എന്റെ ദോഷം പൊറുക്കലായിരുന്നു. അപ്പൊ നേരത്തെയുള്ള അവസ്ഥയിൽ നിന്ന് ഞാൻ നീങ്ങി പുതിയ അവസ്ഥയിലേക്ക് എത്തി എന്ന് ആ സഹോദരി പറഞ്ഞത് റൂഹുൽ ബയാനിൽ കാണാൻ പറ്റും. നമ്മൾ ഒരു സ്വലാത്ത് അല്ലാതെ തന്നെ നമ്മളെ പേര് മദീന ഷരീഫിൽ പറയപ്പെടുന്നു പറഞ്ഞാൽ അതുപോലെ സ്വലാത്ത് ചെല്ലാനുള്ള പ്രേരണ ഇനി അതിനേക്കാൾ വലുത് എന്താ? നിങ്ങളെ കുറിച്ച് ആരെങ്കിലും അടുത്ത പാർലമെന്റിൽ നിങ്ങളെ പേര് ആരെങ്കിലും ഒക്കെ പറയാൻ സാധ്യതയുള്ള ഒരു MP ഉണ്ടെങ്കിൽ നിങ്ങൾ ആ പാർലമെന്റ് സമ്മേളനം മുഴുവൻ കേൾക്കൂലേ? വലിയ സന്തോഷാവൂലേ? ഇത് പാർലമെന്റിലും അല്ല, ഇത് ലോകത്തിന്റെ പാർലമെന്റിലാണ് പറയുന്നത്. ഇതിനേക്കാൾ വലിയൊരു പാർലമെന്റ് ഇല്ല. ഈ ഭൂമിയിൽ ഏറ്റവും ഭൂമിയിൽ ഏറ്റവും അഫ്ളലായ മണ്ണ് ഏതാണെന്ന് മഹാന്മാർ ചർച്ച ചെയ്തിട്ട് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരം ചേർന്ന് നിൽക്കുന്ന മണ്ണാണെന്നാണ്. ഇതിൽ ലോകത്തെ അഭിപ്രായ വ്യത്യാസമല്ല. ലോകത്തെ ഏറ്റവും വലിയ പാർലമെന്റ് മദീന മുനവ്വറയാണ്. അതിനേക്കാൾ വലുതില്ല. അതുകൊണ്ടാണ് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. നബിയെ നിങ്ങളെ ആലമീങ്ങൾക്ക് റഹ്മത്തായി അയച്ചതാണ്. ആലമീൻ എന്ന് പറഞ്ഞാൽ എന്താ? മാസിവല്ലാഹ്, പടച്ചവനല്ലാത്ത എല്ലാത്തിന്റെയും പേരാണ് ആലമീൻ. അപ്പോൾ റസൂലുള്ളാഹിന്റെ റഹ്മത്ത് ഭൂമിയിൽ എല്ലാത്തിലും ഉണ്ട്. ഖുർആനും പറഞ്ഞില്ലേ ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. റസൂലുള്ളാഹി തങ്ങൾ നമ്മൾ സങ്കൽപ്പിച്ചതിന്റെ അപ്പുറത്താണ്. റസൂലിലേക്ക് പാലം പണിയാനുള്ള മാർഗമാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ഇങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത്. യാ നബി സലാം അലൈക്കും യാ റസൂൽ സലാം യാ ഹബീബ് സലാം അലൈക്കും أشرق البدر علينا فاختفت منه البدور مثل حسنك ما رأينا قط يا وجه سروري يا نبي سلام عليكم يا حبيب سلام صلوات الله. ഹബീബായ നബി തങ്ങളുടെ മേലെ അങ്ങനെ സ്വലാത്ത് ചൊല്ല് തന്നെ. അറിയുന്നല്ല സ്വലാത്തും ചൊല്ലാം. സ്വലാത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേട്ടിട്ട് അവിടെ സ്വലാത്ത് ചൊല്ലാതിരിക്കും ചെയ്യരുത്. അവരെ പടച്ചോ തിരിഞ്ഞു നോക്കൂല എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ. ലാ യറാ വജ്ഹി സലാസതു അഖ്വാം. 3 വിഭാഗം എന്നെ കണ്ടുമുട്ടുകയേ ഇല്ല. ഹബീബായ നബി തങ്ങൾ പറയുകയാണ് 3 വിഭാഗം എന്നെ കണ്ടുമുട്ടുകയേ ഇല്ല. എന്റെ മുഖം അവരെ കാണൂല. ഒന്നാമത്തെ വിഭാഗം മാതാപിതാക്കളുമായി ബന്ധം മുറിച്ചവരാണ്. അവര് അള്ളാന്റെ റസൂലുള്ളാഹിനെ കാണുന്നില്ല. ദുനിയാവിൽ നിന്നല്ല മഹ്ശറയിലും അവർക്ക് ഹബീബിന്റെ മുഖത്തേക്ക് നോക്കാനുള്ള അവസരമില്ല. വസാനി താരിഖു സുന്നത്തി. രണ്ടാമത്തെ വിഭാഗം സുന്നത്തുകളെ ഉപേക്ഷിച്ച് നടക്കുന്നവരാണ്. സുന്നത്താന്ന് അറിഞ്ഞിട്ടും മൈൻഡ് ചെയ്യാത്ത ആളുകൾ. മൂന്നാമത്തെ വിഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മൻ സുകിർതു ഇൻദഹു ഫലം യുസല്ലി അലയ്യ. മൂന്നാമത്തെ വിഭാഗം എന്റെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാൻ മടി കാണിച്ചവരാണെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി തങ്ങൾ ഇതുപോലെ വളരെ ഗൗരവത്തോടെ ഒരിക്കൽ പറഞ്ഞു അർബഉ മിനൽ ജഫാ. 4 കാര്യം എന്നോടുള്ള പിണക്കമാണ്. 4 കാര്യം ചെയ്താൽ അത് എന്നോട് പിണങ്ങുന്നതിന് തുല്യമാണ്. അതിൽ ഒന്നാമത് പറഞ്ഞ കാര്യം മൂത്രമൊഴിച്ചിട്ട് വൃത്തിയാക്കാതിരിക്കലാണ്.
അത് തന്നെ നിന്ന് മൂത്രയിക്കലും. ഇരുന്ന് മൂത്രയിക്കാൻ സാഹചര്യമൊക്കെ ഉണ്ടായിട്ടും നിന്ന് തന്നെ മൂത്രയിക്കണമെന്ന് ഭാഷയുള്ള ചില ആളുകളുണ്ടാകും. ചില അനിവാര്യതകളുള്ള സാഹചര്യമാണെങ്കിലും ഒക്കെ, ചില അനിവാര്യമായ വേറെ ഒരു മാർഗമില്ലാത്ത സാഹചര്യം, ഭയങ്കര ഗൗരവമുള്ള വിഷയം. നിന്ന് തന്നെ മൂത്രയിക്കണമെന്ന് വാശി പിടിക്കുന്ന ആളുകൾ. പഴയ കാലത്തെ പോലെ ഇപ്പം പള്ളിയിലൊക്കെ ബാത്റൂം ഓപ്പൺ ആയിരിക്കും. അധിക പള്ളിയിലും ഒരു ബാത്റൂമെങ്കിലും ഓപ്പൺ ആവണം. അതെന്തിനാ? മനുഷ്യൻ പരമാവധി നിന്ന് മൂത്രമൊഴിക്കാതിരിക്കാൻ. 4 കാര്യങ്ങൾ എന്നോടുള്ള പിണക്കമാണെന്ന് പറഞ്ഞതിൽ ഹബീബായ നബിതങ്ങൾ പിന്നെ പറഞ്ഞൊരു കാര്യം, എന്റെ പേരവന്റെ സമീപത്ത് വച്ചവൻ കേട്ടിട്ട് അവൻ സ്വലാത്ത് ചെല്ലാതെ പിരിഞ്ഞു പോകലാണ്. റസൂലുള്ളാഹിന്റെ പേര് കേട്ടാൽ സ്വലാത്ത് ചെല്ലാൻ മടിക്കരുത്. സ്വലാത്ത് അപ്പോഴും നാവിൽ ഇങ്ങനെ ഉണ്ടാകണം. അതിൽ കുറെ സ്വലാത്തുണ്ട്, ഏതും ചെല്ലാം. ചില ആളുകൾ പറയും ചിലതേ ചെല്ലാൻ പറ്റൂ. അങ്ങനല്ല, എല്ലാം സ്വലാത്താണ്. ഇബ്രാഹിമിയ സ്വലാത്ത് അത് പ്രധാനപ്പെട്ട ഒന്നാണ്. ഇബ്രാഹിമിയ സ്വലാത്ത് തന്നെ ഒരു രഹസ്യമാണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഇന്നക ഫിൽ ആലമീന ഹമീദും മജീദ്. അവിടെ എന്തുകൊണ്ട് ഇബ്രാഹിം നബി കയറി വന്നു? നിങ്ങൾ ശ്രദ്ധിച്ചിടോ? നബി അല്ലാഹുവേ, റസൂലുള്ളാഹിന്റെ മേൽ അല്ലാഹുവേ സ്വലാത്ത് ചൊല്ലണം. കമാ സല്ലൈത അലാ ഇബ്രാഹിമ, ഇബ്രാഹിം നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലിയതുപോലെ. എന്തിനാ ഇബ്രാഹിം നബിനെ സ്വലാത്തിൽ കൊണ്ടുവന്നത്? അതിനൊരു കാരണമുണ്ട്. ഒരിക്കലും ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു സ്വപ്നം കണ്ടു. സ്വർഗം സ്വപ്നം കണ്ടു. സ്വർഗത്തിന്റെ മക്തൂബൻ അലാ അശ്ജാരിഹാ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗത്തിലെ മരത്തിന്റെ മുകളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് എഴുതി വച്ചത് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം സ്വപ്നം കണ്ടു. ഫസഅല ജിബ്രീൽ അൻഹാ. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചു, ഇതെന്താ ഇങ്ങനെ സ്വർഗ്ഗത്തിൽ മുഴുവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെന്തിനെ എഴുതി വെച്ചതാണ്? ഫഅഖ്ബറഹു ബിഖിസ്സതിഹാ. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം അതിന്റെ കഥകളൊക്കെ പറയാൻ തുടങ്ങി. അല്ലാഹു ഇങ്ങനെ എല്ലാ സ്ഥലത്തും എഴുതി വെച്ച കഥയൊക്കെ പറഞ്ഞു. അപ്പോൾ ഇബ്രാഹിം നബി പടച്ചവനോട് പറഞ്ഞു, യാ റബ്ബി അജ്രി അലാ ലിസാനി ഉമ്മത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ദിക്രി. പടച്ചവനെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന്റെ നാവിൽ എന്റെ പേര് പറയപ്പെടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണേ. ആര് ദുആ ചെയ്തു? സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം. ഫസ്തജാബ അല്ലാഹു ദുആഹു. അപ്പോൾ അല്ലാഹു ആ ദുആഇനെ സ്വീകരിച്ചു. അപ്പോൾ സ്വലാത്തിൽ റസൂലുള്ളാഹിന്റെ പേര് പറയുമ്പോൾ കൂടെ ഇബ്രാഹിം നബിയുടെ പേര് പറഞ്ഞതാണ്. എന്നിട്ട് മഹാനായ ഇബ്രാഹിം നബി പറഞ്ഞു, ലിഅന്ന ഖിബ്ലതനാ ഖിബ്ലതുഹു, എന്റെ ഖിബ്ലയും എന്റെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖിബ്ലയും ഒന്നാണല്ലോ. വമനാസികനാ മനാസികുഹു, എന്റെ ഹജ്ജും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന്റെ ഹജ്ജും ഒരുമിച്ച് തന്നെയാണല്ലോ പടച്ചോനെ. അതുകൊണ്ട് എന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത് വരുമ്പോൾ അവരെ നാവിൽ ഞാനും ഓർക്കപ്പെടണേ എന്ന് സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം. ആ ദുആക്ക് ഇജാബത്ത് കിട്ടിയതാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബിയുടെ പേര് സ്വലാത്തുൽ ഇബ്രാഹിമിൽ കയറി വന്നത്. സ്വലാത്ത് ഇങ്ങനെ ചൊല്ല, അത് കൊണ്ട് കിട്ടാവുന്നതിന് പരിധിയൊന്നുമില്ല. ഒരാൾക്ക് രോഗമുണ്ടോ? പരിഹാരം സ്വലാത്താണ്. ഒരാൾക്ക് ഖബർ രക്ഷപ്പെടണോ? സ്വലാത്ത് പരിഹാരാണ്. മരിക്കുമ്പോ രക്ഷപ്പെടണോ? സ്വലാത്ത് പരിഹാരാണ്.
ബഹുമാനപ്പെട്ട സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞു, ബൈന അന അതൂഫു ബിൽ ബൈത്തി, ഞാൻ ഇങ്ങനെ കഅബ തവാഫ് ചെയ്യുകയായിരുന്നു, ഇത് റഅയ്തു റജുലൻ ലാ യർഫഉ ഖദമൻ ഇല്ലാ വഹുവ യുസല്ലി അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ എന്റെ അടുക്കൽ അയാൾ നിൽക്കുന്നുണ്ട്, അയാൾ കാലൊന്നും ഉയർത്തിയ സ്വലാത്തിൽ, ഓരോ സ്റ്റെപ്പിലും ഓരോ സ്വലാത്താണ്. അപ്പോൾ ഞാൻ അയാളോട് ചോദിച്ചു, യാ ഹാദാ ഇന്നക തറക്ത തസ്ബീഹ വത്തഹ്ലീല വഅഖബൽത ബിസ്സലാത്തി അലൻ നബിയിൽ മുഖ്താർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ദിക്റും തസ്ബീഹും ഒഴിവാക്കി സ്വലാത്ത് മാത്രം ഈ ഹജ്ജിൽ തവാഫിൽ ഇങ്ങനെ ചെയ്യാൻ കാരണം എന്താ? ഫഹൽ ഇൻദക ഫീ ഹാദാ ഷൈഉൻ, ഇങ്ങനെ ചെയ്യാൻ നിങ്ങളിൽ വല്ല കാരണവും ഉണ്ടോ? അപ്പോൾ അദ്ദേഹം ചോദിച്ചു, മന്നൻ തഅഫാകല്ലാഹ്, നിങ്ങൾ ഏതാ മനുഷ്യൻ? സ്വലാത്തല്ലെന്ന ആള് സുഫിയാനി സൗരി തങ്ങൾ, ആ കാലഘട്ടം അറിഞ്ഞ ഏറ്റവും വലിയ സൂഫിയ. അവരോട് ചോദിച്ചു, നിങ്ങൾ ഏതാ മനുഷ്യൻ? അപ്പൊ അവര് പറഞ്ഞു, ഞാൻ സുഫിയാനി സൗരിയാണ്. എന്നിട്ട് അവര് പറഞ്ഞു, നിങ്ങൾ ഈ കാലഘട്ടത്തിലെ വളരെ വ്യത്യസ്തനായ ആളാണല്ലോ. സുഫിയാനി സൗരി എനിക്കും അറിയാലോ, നിങ്ങളാ സുഫിയാനി സൗരി എന്ന് എനിക്ക് അറിയാത്തുള്ളൂ. നിങ്ങൾ ഈ കാലഘട്ടത്തെ അപൂർവ മനുഷ്യനാണല്ലോ. നിങ്ങളിത് ചോദിച്ചതുകൊണ്ട് ഞാൻ ഉത്തരം പറയാം. എന്നിട്ട് പറഞ്ഞു, ഞാനും എന്റെ വാപ്പയും ഹജ്ജ് ചെയ്യാൻ വേണ്ടി പോന്നു. വരുന്ന വഴി ഞങ്ങളിങ്ങനെ ഹജ്ജിന് വരുന്ന വഴിയിൽ വാപ്പ മരിച്ചു. ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇറങ്ങിയപ്പോ അവിടുന്ന് വാപ്പ മരിച്ചത്. അങ്ങനെ വാപ്പന്റെ മുഖമാകെ ഇരുട്ടായി. അന്നൊക്കെ നടന്നുള്ള യാത്രയാണല്ലോ, വേറെ സംവിധാനങ്ങളൊന്നും ഉണ്ടാവൂല. വാപ്പാന്റെ മുഖം വല്ലാത്ത ഇരുട്ടും. മരിച്ചപ്പോ ഇവർക്ക് വല്ലാതെ വേദനയായി. ഞാൻ വല്ലാതെ കരഞ്ഞു. കാരണം വാപ്പാന്റെ മുഖം വികൃതാണ്, നല്ല വെളുത്ത മനുഷ്യൻ, കറുത്ത മനുഷ്യനായി പോയതാണ്. അങ്ങനെ വാപ്പാന്റെ അടുക്കൽ ഇങ്ങനെ നിന്നു. കുറെ ദുആ ചെയ്തു. മറവ് ചെയ്യണല്ലോ, ഒരാളല്ലേ ഉള്ളൂ, ഖബർ പോയിക്കണം, എല്ലാ പണിയും ഉണ്ട്. അങ്ങനെ ഇതിങ്ങനെ ആലോചിച്ചിരിക്കുമ്പോ ഇവരെ കണ്ണൊന്ന് മയങ്ങിപ്പോയി. അപ്പോഴുണ്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിൽ വരുന്നു, ഫൈദാ അന ബിറജുലിൻ ലം അറ അജ്മല മിൻഹു വജ്ഹൻ വലാ അൻളഫ സൗബൻ വലാ അത്യബ റീഹൻ. ഭയങ്കര സുഗന്ധമുള്ള, ഭയങ്കര പ്രകാശമുള്ള ഒരു മനുഷ്യൻ സ്വപ്നത്തിൽ എന്റെ മുന്നിലേക്ക് വന്നു. ഞാൻ അങ്ങനത്തെ ഒരാളെ ജീവിതത്തിൽ കണ്ടിട്ടുമില്ല. എന്നിട്ട് അവർ സ്വപ്നത്തിൽ വന്നിട്ട് എന്റെ അടുത്തിങ്ങനെ വന്നു നിന്നു. എന്റെ വാപ്പാന്റെ മുഖത്തിൽ നിന്ന് ആ വസ്ത്രം അങ്ങ് നീക്കിയിട്ട് മുഖമൊന്ന് തടവി. ഇതാ ഞാൻ സ്വപ്നത്തിൽ കണ്ടത്. അങ്ങനെ ഞാൻ ഉണർന്നപ്പോ ഇതിങ്ങനെ തടവുന്നത് കണ്ടപ്പോ ഇയാള് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആരാണ്? അപ്പോൾ പറഞ്ഞു, നിങ്ങളെ വാപ്പ എന്റെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിച്ചിരുന്ന ആളാണ്. അന മുഹമ്മദ് റസൂലുള്ളാഹ്, ഞാൻ മുത്തുനബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കാന അബൂക ഹാദാ കസീറൽ മആസി, നിങ്ങളെ വാപ്പ കുറെ തെറ്റ് ചെയ്ത് നടന്ന മനുഷ്യനാണ്. ഭയങ്കര നല്ല മനുഷ്യനൊന്നും ആയിരുന്നില്ല, കുറെ തെറ്റൊക്കെ ചെയ്ത് നടന്ന ആളാ. ഗൈറ അന്നഹു യുക്സിറു സ്വലാത്ത് അലയ്യ, എന്നാലും അദ്ദേഹം സ്വലാത്ത് ഇങ്ങനെ വർദ്ധിപ്പിക്കാറുണ്ടായിരുന്നു. എന്റെ അടുക്കലേക്ക് അദ്ദേഹത്തിൽ നിന്ന് വരുന്ന സ്വലാത്ത് ഇന്ന് വന്നിട്ടില്ല. അപ്പോൾ ഞാൻ പരിഹാരം തേടി വന്നതാണ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഖം ഇങ്ങനെ തടവി കൊടുക്കുന്നതേ കണ്ടുള്ളൂ. അദ്ദേഹം ഉണർന്നു നോക്കിയപ്പോ വാപ്പാന്റെ മുഖം നല്ല പ്രകാശം. അദ്ദേഹം സന്തോഷത്തോടെ വാപ്പാനെ മറവ് ചെയ്തു, ഹജ്ജിന് യാത്രയായി. ജീവിതത്തിൽ നമ്മുടെ ഏത് വീഴ്ചകൾക്കുമുള്ള പരിഹാരം സിദ്ദീഖ് തങ്ങൾ പറഞ്ഞതുപോലെ സ്വലാത്ത് എല്ലാത്തിനും പരിഹാരമാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഇതിൽ നമ്മളാരും കുറഞ്ഞു പോകരുത്. ഇതിന് വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ. വുളു നിർബന്ധമല്ല, ഖിബ്ലക്ക് തിരിഞ്ഞിരിക്കണമെന്ന നിബന്ധനയില്ല. എങ്ങനെയും ചൊല്ലാനോ സ്വലാത്ത്. അല്ലാഹു വർദ്ധിപ്പിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ലാ സ്വലാത്ത ലിമൻ യുസല്ലി അലയ്യ ഫീ സ്വലാത്തി. ഹദീസിലില്ല സ്വലാത്ത് ഇല്ലാത്ത ഒരു നിസ്കാരമല്ല. സ്വലാത്ത് എല്ലാത്തിന്റെ അടിസ്ഥാനമാണ്. നിങ്ങൾ കണ്ടിട്ടില്ലേ, മയ്യിത്ത് നിസ്കാരത്തില് പ്രധാനപ്പെട്ട സുജൂദ് പോലും ഇല്ല. പക്ഷെ സ്വലാത്തിനെ ഒഴിവാക്കിയില്ല. എന്തുകൊണ്ട്? സ്വലാത്ത് ചൊല്ലുന്ന സമയത്തെ ദുആ അല്ലാഹുവിലേക്ക് ഉയരും. അതുവരെ ദുആ ഇങ്ങനെ ബ്ലോക്കായി നിൽക്കും. ഏതുവരെ? ഹബീബായ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നതുവരെ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞല്ലോ, ഫഅക്സിറു അലയ്യ മിനസ് സ്വലാത്തി ഫി, വെള്ളിയാഴ്ചയെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, നിങ്ങൾ സ്വലാത്ത് നല്ലോണം ചൊല്ലിക്കോളി. ഫഇന്ന സ്വലാത്തകും മഅറൂദത്തുൻ അലയ്യ, നിങ്ങൾ ചൊല്ലുന്ന സ്വലാത്ത് പടച്ചോൻ എനിക്ക് കാണിച്ചു തരും. അപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ് കൈഫ തുഅറദു അലൈക സ്വലാത്തുനാ വഖദ് റമിംത, നബിയെ നിങ്ങൾ മരിച്ചു വഫാത്തായി പോയാൽ മണ്ണിനോട് ചേരൂലേ, എങ്ങനെയാ സ്വലാത്തിനെ കാണുക? ഹബീബായി നബി തങ്ങൾ പറഞ്ഞു, ഇല്ല, ഇന്നല്ലാഹ ഹറമ അലൽ അർളി അൻ തഅകുല അജ്സാദൽ അംബിയാ, അംബിയാക്കളെ ശരീരം ഒരിക്കൽ പോലും മണ്ണ് തൊടില്ലെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വെള്ളിയാഴ്ച ദിവസം മൻ സല്ല അലയ്യ യൗമൽ ജുമുഅത്തി 80 മറ, വെള്ളിയാഴ്ച ഒരാൾ 80 സ്വലാത്ത് ചൊല്ലി എന്നാൽ ഗുഫിറതു ലഹു ദുനൂബു 80 സന, അല്ലാഹു തആല അവന്റെ 80 കൊല്ലത്തെ ദോഷം തുറക്കും. വമൻ സല്ല അലയ്യ കുല്ല യൗമിൻ 500 മറ, എന്നും 500 സ്വലാത്ത് ഒരാൾ പതിവാക്കി എന്നാൽ ലം യഫ്തഖിറ അബദ, അവൻ ആയുസ്സിൽ ഒരിക്കലും ദരിദ്രനായി പോകില്ലെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രയാസത്തിൽ കുടുങ്ങിപ്പോയാൽ അതിന് പരിഹാരമായി ഏറ്റവും ലളിതമായി ചെയ്യാവുന്ന കാര്യം സ്വലാത്താണ്. നമ്മൾ ജോലി ചെയ്യുന്നുണ്ട്, ജോലിയില് ഒരു റാഹത്തും ബർക്കത്തൊന്നും തോന്നുന്നില്ല, എന്ന് ജോലി ചെയ്യുമ്പോൾ സ്വലാത്ത് അങ്ങനെ ചൊല്ലിക്കോളി, പടച്ചോൻ അതിലെ വർദ്ധനവ് തരും. ദുനിയാവിലും വിജയിക്കും ആഖിറത്തിലും വിജയിക്കും. അതിനു പറ്റിയ അമലാണ് അസ്സലാത്തു അലൻ നബിയിൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ ദുആ ചെയ്താല് സ്വലാത്ത് ചൊല്ലാത്ത കാലത്തോളം ആ ദുആ ഖബൂലാകുമെന്നാണ്. മാ മിൻ ദുആഇൻ ഇല്ലാ ബൈനഹു വ ബൈനല്ലാഹി ഹിജാബ്, നമ്മൾ ദുആ ചെയ്താൽ ആ ദുആ ഖബൂലാകാൻ ഒരു ഹിജാബ് ഉണ്ടാകും. ഹത്താ യുസല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നത് വരെ. ഇനി സ്വലാത്ത് ചൊല്ലിയാലോ ഫൈദാ ഫഅല ദാലിക ഇൻഖറഖൽ ഹിജാബു വദഖല ദുആഉ വൈദാ ലം യഫഅൽ ദാലിക റജഅ ദുആ. ദുആഇന്റെ കൂടെ സ്വലാത്ത് ഇല്ലെങ്കിൽ ദുആ ഖബൂലാവൂല, അല്ലാഹുവിലേക്ക് ആ ദുആ ഉയരൂല. സ്വലാത്ത് ചൊല്ലിയാലേ ആ ദുആ അല്ലാഹുവിലേക്ക് എത്തൂ എന്ന് അഷ്റഫുൽ ഖൽഖ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ കഴിയുന്നത്ര വർദ്ധിപ്പിക്കാൻ നോക്കണം. ഏറ്റവും മിനിമം രാവിലെയും വൈകുന്നേരവും 10 ഹദീസിൽ വന്നത്. 100 ഏറ്റവും ചുരുങ്ങിയ അളവിൽ നമ്മൾ സത്യത്തിൽ ചൊല്ലേണ്ടത്. 100 ഒരാൾ കുറയരുത്. 1000 ചെല്ലാൻ പറ്റിയാൽ അത് വളരെ നല്ലതാണ്. 50,000 ദിവസവും ചെല്ലുന്ന ആള് ഇന്ന് ഹയാത്തുള്ള മനുഷ്യൻ എനിക്കറിയാം, ഈ മലപ്പുറം ജില്ലയിലുണ്ട്. ഈ മലപ്പുറം ജില്ലയിൽ ഇന്ന് 50,000 സ്വലാത്ത് ദിവസവും ചെല്ലുന്ന ആളുണ്ട്. ഞാൻ ഒരിക്കൽ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്താ ഇത്ര തോന്നെ ചെല്ലുന്നത്? അപ്പോൾ എന്നോട് പറഞ്ഞു, ഓരോ സ്വലാത്ത് ചെല്ലുമ്പോഴും നമ്മുടെ പേരിങ്ങനെ റൗളാ ഷരീഫില് മലായിക്കത്ത് പോയി പറയല്ലോ, ഒരു ദിവസം 50,000 തവണ എന്റെ പേര് റസൂലുള്ളാഹി കേട്ടാല് എന്തായാലും എന്റെ സ്വലാത്ത് ഒരു ദിവസം വരാതിരുന്നാൽ നബി തങ്ങൾക്ക് പ്രത്യേകം തിരിയും. കാരണം ദിവസം 50,000 തവണ എന്റെ പേര് ഇവിടെ കേട്ടിട്ടുണ്ടാവുമല്ലോ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്വഭാവമുണ്ട്, പരിചയമുള്ളവരെ കാണാതിരുന്നാൽ തേടിപ്പോകും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശൈലിയാണ്. പരിചയമുള്ള പള്ളിയിൽ വരുമ്പോ പരിചയമുള്ള ഒരാളെ കണ്ടില്ലെങ്കിൽ പോലും വീട്ടിൽ പോയി നോക്കും, ഇയാൾക്ക് എന്തേ പറ്റിയത്. അപ്പൊ എന്നും സ്വലാത്ത് ചെല്ലുന്ന ഒരാളോ 100, 500, 1000 സ്വലാത്ത് ചെല്ലുന്ന ഒരാള് 1000 തവണ അല്ലെങ്കിൽ 500 തവണ റൗദാ ഷരീഫിന്റെ ഉള്ളിൽ ഇങ്ങനെ അയാളെ പേര് കേട്ടിട്ടുണ്ടാകും. ഒരു ദിവസം ആ പേര് കേൾക്കുന്നില്ലെങ്കിൽ എന്തേ ഇപ്പോൾ എന്നെ ഇഷ്ടപ്പെടുന്ന മനുഷ്യനെ പറ്റിയത് എന്ന് അന്വേഷിച്ചു വരും. അപ്പോൾ രക്ഷപ്പെടാൻ പിന്നെ പ്രയാസം ഉണ്ടാവില്ല. അല്ലാഹു തആല നമുക്കൊക്കെ സലാമത്ത് തരട്ടെ. അല്ലാഹു സലാമത്ത് തരട്ടെ. സ്വലാത്ത് ധാരാളമായി ഉണ്ടാകണം. നാവിൽ ഒഴിവുള്ള സമയത്തൊക്കെ ചൊല്ല. ഏത് സീറേണങ്ങൾ പഠിച്ചത് അതൊക്കെ ചൊല്ല. വർദ്ധിപ്പിക്കാൻ സുഖം ചെറിയ സ്വലാത്തല്ലോ. ഇമാമുന ശാഫിഈ തങ്ങളൊക്കെ ചൊല്ലിയതുപോലെ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ വർദ്ധിപ്പിക്കന്നെ. എത്രയാവാരം ഒരു 100 സ്വലാത്ത് ചെല്ലാൻ എത്ര സമയം വേണ്ടി വരും? എന്നൊന്ന് ചൊല്ലി നോക്കല്ലേ. സ്വലാത്തൊക്കെ പറഞ്ഞിട്ട് പിന്നെ സ്വലാത്ത് അല്ലാതെ പിരിഞ്ഞ ഒരു റാഹത്തില്ലല്ലോ. ഹബീബായ നബി തങ്ങളെ റൗളാ ഷരീഫില് നമ്മളെ കുറിച്ച് ഇങ്ങനെ കേൾക്കണം. റസൂലുള്ളാഹിക്ക് നമ്മളെ ഭയങ്കര ഇഷ്ടമാവണം. പഠിച്ചാൽ നമ്മുടെ മേൽ ഇങ്ങനെ സ്വലാത്തല്ലോ.
അള്ളാഹുവിന്റെ ഒരു സ്വലാത്ത് മതിയാവും മനുഷ്യൻ രക്ഷപ്പെടാൻ, അതന്നെ ധാരാളമാണ്. അപ്പോൾ പിന്നെ 10 സ്വലാത്ത് ഓരോ സ്വലാത്തിനും പകരം ചൊല്ലുമെന്ന് പറഞ്ഞാലോ, കുറച്ചോ സ്വലാത്തിന് പകരം തരുന്ന റഹ്മത്തിന് പരിധി ഉണ്ടാവില്ല. സ്വലാത്ത് ഭാഗത്തുമ്പോൾ അങ്ങനെ കുടുങ്ങിയാല് സ്വലാത്ത് കൊണ്ട് നാട് കൈപിടിക്കും, ഇങ്ങോട്ട് കയറിക്കോറി. ഹദീസിലുള്ളതാണ്. സ്വലാത്ത് ഫലം പൊതുവെ ഇരുട്ടാണ്, സ്വലാത്ത് ചെല്ലുന്നവന് വെളിച്ചമാണ്. ഖബറിൽ കുടുങ്ങിയ സ്വലാത്ത് പരിഹാരമാണ്, മരിക്കുമ്പോൾ കുടുങ്ങിയ സ്വലാത്ത് പരിഹാരമാണ്. ഹിസാബിന്റെ സമയത്ത് എല്ലാ അമലും കഴിഞ്ഞിട്ടും നമ്മൾ രക്ഷപ്പെട്ടില്ലെങ്കിൽ സ്വലാത്തിന് അയലെന്ന് പറഞ്ഞിരിക്കും, അപ്പോൾ പിന്നെ രക്ഷപ്പെടുമെന്ന് മുഹമ്മദ് ഭയങ്കര അമല അങ്ങനെ ചൊല്ലന്നെ. അതുകൊണ്ടല്ല ഞാൻ ചെയ്യുന്നത് നിങ്ങൾ ചെയ്തോളൂ, പടച്ചോനാകെ അല്ലാഹുതആല ആകെ ഞാൻ ചെയ്യും നിങ്ങളും ചെയ്തോളൂ എന്നൊരു അമലല്ലേ ഉള്ളൂ. അപ്പോൾ തന്നെ അതിന്റെ ഗൗരവം മനസ്സിലാക്കാനോ അള്ളാഹു വർദ്ധിപ്പിക്കുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തി